16ാമത് കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 101 വോട്ട് നേടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. LDF AC മൊയ്തീനെയും NDA BP ഗോപകുമാറിനെയും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചിരുന്നു. AC മൊയ്തീന് 35 വോട്ടും BP ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. ആകെയുള്ള 140 നിയമസഭാംഗങ്ങളിൽ 139 പേർ വോട്ട് ചെയ്തു. പ്രോട്ടേം സ്പീക്കർ G സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അഭിനന്ദിച്ച് സംസാരിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിയമസഭാ പ്രവർത്തന ചരിത്രം ചൂണ്ടിക്കാണിച്ചായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ അനുമോദന പ്രസംഗം. സഭാനാഥനായി പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ്, എൻ്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥാനമേറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരുന്നു. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലം കേരള നിയമസഭയിലെ അംഗമായി പ്രവർത്തിച്ച ഏറ്റവും സീനിയറായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. നിയമസഭാ സാമാജികനാണ്. 1991 മുതൽ 2011 വരെ അടൂർ നിയോജക മണ്ഡലത്തെയും നിയമസഭാ ഡീലിമിറ്റേഷന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം സാമ്രാജ്യമായ കോട്ടയം നിയോജകമണ്ഡലത്തെയും ഈ നിയമസഭയിൽ പ്രതിനിധീകരിക്കാൻ അവസരം അദ്ദേഹത്തിനുണ്ടായി. ഒരു നിയമസഭാ സാമാജികൻ എങ്ങനെയാണ് നിയോജകമണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃകയായിരുന്നു ഞങ്ങൾക്കെല്ലാം അദ്ദേഹം. സുദീർഘമായ പ്രവർത്തന പരിചയമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുമോദന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച അനുഭവ പരിചയവും വൈവിധ്യമാർന്ന അനുഭവ പശ്ചാത്തലവും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും സ്പീക്കറെ അനുമോദിച്ച് പ്രസംഗിച്ചു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 8ാമത് തവണയാണ് നിയമസഭയിലെത്തുന്നത്. കോട്ടയത്ത് നിന്നാണ് ഇത്തവണ തിരുവഞ്ചൂർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. 16ാം കേരള നിയമസഭയുടെ അധ്യക്ഷനായി എന്നെ തെരഞ്ഞെടുത്ത ഈ മഹത്തായ സഭയോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെക്കുറിച്ച് ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എൻ്റെ പ്രധാന കടമയായിരിക്കും. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.